ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് വിത്ത് ഒരു ക്വിക്ക് ഗ്രോസറി ഷോപ്പിങ്ങും. അപ്പോൾ രാവിലെ എണീച്ച് നോക്കിയപ്പോഴാണ് അറിയണത് അത്യാവശ്യമായി ചോറുണ്ടാക്കാൻ അരിയോ അതുപോലെ എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ സവാള അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ബേസിക്കായിട്ടുള്ള ഐറ്റംസ് എല്ലാം തീർന്നിക്കണം. കാരണം പാക്കിങ്ങും ഷിഫ്റ്റിങ്ങും അപ്പാർട്ട്മെൻറ്റിലേക്ക് ഷിഫ്റ്റിങ്ങൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ. സോ നമ്മൾ വെക്കുന്ന കോബാറിലെ നെസ്റ്റോയിലേക്ക് പോവുകയാണ് ചെയ്തത്. സോ ബേസിക്കായിട്ടുള്ള അരി, സവാള, ഷുഗർ, സോൾട്ട്, അതുപോലെ തേങ്ങ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വെക്കുന്ന ഷോപ്പ് ചെയ്തു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ആ കറക്റ്റ് മന്ത്ലി പ്ലാൻ അല്ലെങ്കിൽ വീക്ക്ലി പ്ലാൻ മീൽസ് പ്ലാൻ ചെയ്യുക ആ ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ എന്ത് സാധനം എടുത്താലും അത് 2 പ്രാവശ്യം ചിന്തിക്കും മേടിക്കണോ വേണ്ടയോ എന്ന്. എന്നിട്ട് മേടിക്കാമെന്ന് ഓർക്കും. ചിലപ്പോൾ ഞാൻ മേടിക്കുകയില്ല, എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അത് മേടിക്കായിരുന്നു എന്ന് ഓർക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും. ഇൻഷാ അല്ലാഹ് എനിക്കത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കണം, ഗ്രോസറി ഷോപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം സെറ്റാവും. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ ചമ്മന്തി അരയ്ക്കാനായിട്ട് മാങ്ങ മേടിച്ചിട്ടുണ്ടായി. അത് കഷ്ടപ്പെട്ട് പഴുത്തിട്ടുണ്ട്, ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ചെറുതായിട്ട് പഴുത്തിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കി. ഞാനെല്ലാം ഉണ്ടാക്കി, കാക്കായാണ് ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ സുരാജ് വെഞ്ഞാറുമൂട് ഇങ്ങനെ വീഡിയോയിൽ പറയണ കണ്ടിട്ട് നമ്മൾ ആ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു. നല്ലതായിട്ട് കുറുകി എടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റ്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കുറുകി എടുക്കുമ്പോൾ ചോറും അതും ഇറച്ചിയായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ വൈകിട്ടായപ്പോൾ കുറച്ച് പഴം വാട്ടിയത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായി. 2 പഴം ഉണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് ഇത് ഭയങ്കര നൊസ്റ്റാൾജി ഉള്ളൊരു ഐറ്റമാണ്. പണ്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വീട്ടിൽ മിക്കപ്പോഴും ഉമ്മിച്ച ഉണ്ടാക്കാറുള്ള സംഭവമാണ്. ഈസിയായിട്ട് വെക്കുന്ന ഉണ്ടാക്കാനും പറ്റുമല്ലോ. പഴം ജസ്റ്റ് വാട്ടിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് കട്ടൻ ചായയുടെ ഒപ്പം തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. പണ്ടത്തെ സ്കൂൾ കാലം ഓർമ്മ വരും ഇത് കഴിക്കുമ്പോൾ. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്തു. ഒന്ന് ഈവനിങ് പുറത്ത് പോകാമെന്ന് ഓർത്തിട്ട്. സോ കുറച്ച് വിൻ്ററിൻ്റെ ഇവിടെ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞല്ലോ. ഒരു വൈകിട്ടാകുമ്പോഴേക്കും തണുപ്പ് നന്നായിട്ട് തുടങ്ങും. സോ വിൻ്ററിൻ്റെ കുറച്ച് ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ട്. സോ ഞാനത് ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുമ്പ് ഒരു 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടു നോക്ക്. സോ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിക്കാനായിട്ടൊരു പൂതി. സോ ഇവിടെ കോബാറിൽ കറി ഹൗസിൽ പോയിട്ട് അത് കഴിച്ചു. സോ അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഡേ എൻജോയ്. ഇൻഷാ അല്ലാഹ് ഇനി ഇങ്ങനത്തെ നല്ല നല്ല വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനത്തെ കുട്ടി കുട്ടി വ്ളോഗ്സൊക്കെ ആയിട്ട് വരാം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.